എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +2 മാക്രോ എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. പ്രധാനമായിട്ടും ഫങ്ഷൻസ് ഓഫ് മണി ആൻഡ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി, ഈ 3 ഭാഗങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിലെ മറ്റു ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ബാർട്ടർ സിസ്റ്റം, അതുപോലെ സെൻട്രൽ ബാങ്ക് ഫങ്ഷൻസ്, കമേഴ്ഷ്യൽ ബാങ്ക് ഫങ്ഷൻസ്, മോണിറ്ററി പോളിസി, അതിൻ്റെ ടൂളുകൾ, അങ്ങനെ പറയുന്ന കുറച്ച് വളരെ പ്രധാനമായിട്ട് തന്നെ മുൻ വർഷങ്ങളിലൊക്കെ കൺസിഡർ ചെയ്തിരുന്ന ഭാഗങ്ങളുണ്ട്. പൊതുവേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യണം, നമ്മുടെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് ഇന്ന് ചെയ്യുന്നില്ല. അപ്പോൾ ബാർട്ടർ സിസ്റ്റം, അതുപോലെ സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൻ്റെ ഫങ്ഷൻസൊക്കെ നമ്മൾ അടുത്തൊരു ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ അത് ഡിസ്കസ് ചെയ്യും. ഇന്ന് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നതിലെ ഫങ്ഷൻസ് ഓഫ് മണി, അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി, ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഓരോ ചാപ്റ്ററുകളിൽ നിന്നും ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഭാഗം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 100% സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസൈൻ ചെയ്യുന്നത്. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പോൾ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് ഫങ്ഷൻസ് ഓഫ് മണിയാണ്. പണത്തിൻ്റെ ധർമ്മങ്ങൾ. നമ്മൾ പണമൊക്കെ ഉപയോഗിക്കുന്നവരാണ്, അതിൻ്റെ ധർമ്മങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിനൊന്ന് ക്രോഡീകരിക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, കണ്ടിജൻ്റ് എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും പണം നമ്മൾ എന്തിനൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതൊക്കെ തന്നെയാണ് അതിൻ്റെ ധർമ്മങ്ങൾ. അത് നമ്മൾക്ക് ഇവിടെ ഓരോ ഹെഡുകളായിട്ട് മനസ്സിലാക്കി വളരെ ഈസി ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മണി നമുക്കിവിടെ പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി, ആ ഭാഗം കുറച്ചുകൂടി നമ്മളൊന്ന് ക്ലബ് ചെയ്ത് നോക്കേണ്ടതാണ്. ഡിമാൻഡ് ഫോർ മണി, എന്തിനു വേണ്ടിയാണ് പണം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. ദെൻ സപ്ലൈ ഓഫ് മണി, അത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന്, റിസർവ് ബാങ്കിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അതിൻ്റെ കാറ്റഗറൈസേഷൻ, നാരോ മണി, ബ്രോഡ് മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് കവറപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത് ഇതാണ് ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് അതിനെ ഒന്ന് എടുത്തു നോക്കാം വിശദമായിട്ട് ഓരോ സ്ലൈഡുകളിലൂടെ. ഇതാണ് ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത്, നമുക്കിവിടെ പരിശോധിക്കാം. ഫങ്ഷൻസ് ഓഫ് മണി. മണി പെർഫോംസ് മെനി യൂസ്ഫുൾ ഫങ്ഷൻസ്. These functions can be broadly classified into 3: primary, secondary, contingent functions. പണത്തിൻ്റെ ധർമ്മങ്ങളെ പ്രധാനമായിട്ടും 3 ഹെഡുകളിലായിട്ട് പറയാം. പ്രാഥമികമായത്, ദ്വിതീയമായത്, ദെൻ കണ്ടിജൻറ്റ് ഫങ്ഷൻസ് എന്നുള്ളത്. പണത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഒന്ന് മീഡിയം ഓഫ് എക്സ്ചേഞ്ചും മറ്റൊരെണ്ണം മെഷർ ഓഫ് വാല്യൂ ആണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് മണീസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ടു ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻ. വിത്തൗട്ട് മണി ഓൾ ട്രാൻസാക്ഷൻ വുഡ് ഹാവ് ടു ബി കണ്ടക്റ്റഡ് ബൈ ബാർട്ടർ. പണം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റമാണ്. സാധനത്തിന് പകരം സാധനം കൈമാറുന്നൊരവസ്ഥ. അവിടെ ഒരുപാട് പരിമിതികളുണ്ട്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഏതൊരു സാധനം വാങ്ങുമ്പോഴും നമ്മൾ ഏതൊരു സാധനം വിൽക്കുകയാണെങ്കിലും അതിനിടയിൽ എക്സ്ചേഞ്ച്, ഈ വിനിമയത്തിൻ്റെ മാധ്യമമായിട്ട് നിൽക്കുന്നത് പണമാണ്. അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്, പണത്തിൻ്റെ വിനിമയ മാധ്യമം എന്ന് പറയുന്നത്. മറ്റൊന്ന് മെഷർ ഓഫ് വാല്യൂ, മൂല്യം അളക്കുന്നത്, മൂല്യത്തിൻ്റെ മാപിനി എന്നാണ് പറയുക. എന്തൊരു വസ്തുവാണെങ്കിലും നമ്മൾ വാങ്ങിക്കുമ്പോൾ 1 കിലോ പഞ്ചസാര 45 രൂപ, അവിടെ പണത്തിൻ്റെ രൂപത്തിലാണ്. ഒരു ഷർട്ട് 1500 രൂപ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചുരിദാർ അതിന് 2500 രൂപ എന്ന് പറയുമ്പോൾ, അവിടെയൊക്കെ അതിൻ്റെ മൂല്യം മെഷർ ചെയ്തത് പണത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ പണം ഉള്ളത് കൊണ്ടാണ് അത് നടന്നത്. പണത്തിൻ്റെ മറ്റൊരു ഫങ്ഷനാണ്. പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നിടത്ത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ മാധ്യമമാണ് പണം. ദെൻ മെഷർ ഓഫ് വാല്യൂ, മൂല്യത്തിൻ്റെ മാപിനിയുമാണ്. മൂല്യം അളക്കുന്നതിനും പണം ഒരുപാട് സഹായകരമാണ്. സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ പണത്തിൻ്റെ അതുപോലെ
ഉള്ള ധർമ്മമാണ് സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യം ശേഖരിച്ചു വെക്കാം. ഒരു കർഷകനാണെങ്കിൽ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റു അത് പണമാക്കി ശേഖരിച്ചു വെക്കാൻ സാധിക്കും. പണമില്ലാത്തൊരവസ്ഥയിലാണ് ആ പച്ചക്കറിയൊക്കെ ഒരുപാട് കാലം ശേഖരിച്ചു വെക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ പണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ് സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യം ശേഖരിച്ചു വെക്കാൻ സാധിക്കും. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു വസ്തുവിൻ്റെ മൂല്യം കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ ആ കെട്ടിടം മറ്റൊരാളിലേക്ക് ഉടമസ്ഥത മാറുന്നത് എങ്ങനെയാണ്? അതിന് തത്തുല്യമായിട്ട് പണം കൊടുത്തിട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, മൂല്യം അത് മാറ്റപ്പെടുന്നത്, ഗുഡ്സ് ഓർ വെൽത്ത് ഓഫ് എ പേഴ്സൺ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ ഇൻ ദ ഫോം ഓഫ് മണി. മണി ഓൾസോ ഹെൽപ്സ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്, ഇത് മറ്റൊരു ഫംഗ്ഷനാണ്. മണി ഈസ് ദാറ്റ് ഇറ്റ് സെർവ്സ് ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫേർഡ് പേയ്മെൻറ്റ് മീൻ ദോസ് പേയ്മെൻറ്റ് വിച്ച് ആർ ടു ബി മെയ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലടക്കാം. അപ്പോൾ പണമാണ് അവിടെ, ഇത്ര തുക ഇന്ന മാസം ഇന്ന തീയതിയിൽ പേയ്മെൻറ്റ് ചെയ്യാം എന്ന അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അത് പണമുള്ളത് കൊണ്ടാണത് സാധ്യമാവുന്നത്. അങ്ങനെ ഒരു ഡേറ്റ് വെക്കാനൊക്കെ സാധിക്കുന്നത്, ഫ്യൂച്ചർ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നത്. ഇനിയും ധാരാളം ഫങ്ഷൻസ് പണത്തിനുണ്ട്. അതിൽ കണ്ടിജൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ബേസിസ് ഓഫ് ക്രെഡിറ്റ്, കടം കൊടുക്കുക, കടം വാങ്ങുക, ലിക്വിഡിറ്റി, എന്തൊരു വസ്തുവും വളരെ പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ പണം കൈവശമുണ്ടെങ്കിൽ അത് സാധിക്കും. 1 കോടി രൂപ മൂല്യമുള്ള ഭൂമി കൈവശമുള്ള ഒരാൾക്ക് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കില്ല. അത് വിറ്റ് പണമാക്കിയാലേ. ഇപ്പോൾ പണം കൈവശമുണ്ടെങ്കിൽ പണത്തിന് ദ്രവത്വം കൂടുതലാണ്. എന്തൊരു വസ്തു വാങ്ങിക്കണമെങ്കിലും സേവനം വാങ്ങിക്കണമെങ്കിലും പണം ലിക്വിഡായിട്ട് കൈവശമുണ്ടെങ്കിൽ ആ പണം വെച്ചുകൊണ്ട് പെട്ടെന്ന് സാധിക്കും. അത് പണത്തിൻ്റെ മറ്റൊരു ധർമ്മമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് ഫാക്ടർ റെമ്യൂണറേഷൻ ലഭിക്കുന്നു, അത് പണത്തിൻ്റെ രൂപത്തിലാണ്. അപ്പം ഒരു രാജ്യത്തെ ദേശീയ വരുമാനം വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അവിടെ ഒരു രാജ്യത്തെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് വിതരണം ചെയ്യപ്പെടുന്നത് പണത്തിൻ്റെ രൂപത്തിലാണ്. ദെൻ ഗ്യാരണ്ടർ ഓഫ് സോൾവൻസി, ചില ഇടപാടുകൾക്കൊക്കെ അവിടെ ഒരു സോൾവൻസി ഗ്യാരണ്ടറായിട്ട് നിലനിൽക്കുന്നത് പണമാണ്. അപ്പോൾ ഇവിടെ ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നിടത്ത് ഈ 3 ഹെഡുകളിൽ തന്നെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നില്ല. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അതൊരു ഫങ്ഷനാണ്, വിനിമയ മാധ്യമം. മെഷർ ഓഫ് വാല്യൂ, മൂല്യത്തിൻ്റെ മാപിനി എന്ന് പറയുന്നത് മറ്റൊരു ഫങ്ഷനാണ്. സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യത്തിൻ്റെ ശേഖരം, മൂല്യം ശേഖരിച്ചു വെക്കാൻ കഴിയുക എന്നുള്ളത് പണത്തിൻ്റെ മറ്റൊരു ഫങ്ഷനാണ്. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്, ബേസിസ് ഓഫ് ക്രെഡിറ്റ്, ലിക്വിഡിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, ഗ്യാരണ്ടർ ഓഫ് സോൾവൻസി, ഇതൊക്കെയാണ് പണത്തിൻ്റെ ഫങ്ഷൻസ്. ഇനിയും ഒരുപാടുണ്ട്. പക്ഷേ ഈ പറയുന്നതിനൊക്കെ പ്രൈമറി, സെക്കൻഡറി, കണ്ടിജൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഹെഡുകളിൽ ഉൾപ്പെടുത്തി പറഞ്ഞു എന്നുള്ളതാണ്. ഇതെല്ലാമാണ് പണത്തിൻ്റെ ധർമ്മങ്ങൾ. ഇനി ആ ഫോക്കസ് പോയിന്റിലെ മറ്റൊന്ന് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളതാണ്. ഇവിടെ പണത്തിന് ഡിമാൻഡ് ചെയ്യുന്നത്, ദ ഡിസയർ ഓഫ് എ പേഴ്സൺ ടു ഹോൾഡ് മണി ഈസ് കാൾഡ് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ആഗ്രഹമാണ്. ഒരു വ്യക്തി കൈവശം വെക്കാൻ, പണം കൈവശം വെക്കാൻ വേണ്ടി അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ആഗ്രഹം, അതാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് അദ്ദേഹം എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് പണം എന്ന് പറയുന്നത് കൈവശം വെക്കാൻ? വൈ ഡു പീപ്പിൾ ഹോൾഡ് മണി വിത്ത് ദം? മണി ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് ഓഫ് ഓൾ അസറ്റ്സ്. ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ ആക്സസിബിലിറ്റി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ ട്രാൻസാക്ഷൻ. ദെർഫോർ പീപ്പിൾ ഹോൾഡ് മണി വിത്ത് ദം. ഒരു ജനറലായിട്ട് പറഞ്ഞതാണ്. പണത്തിന് ലിക്വിഡിറ്റി കൂടുതലാണ്. നേരത്തെ പറഞ്ഞല്ലോ, പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സാധനവും വളരെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനും അങ്ങനെ പറയുന്ന ട്രാൻസാക്ഷൻസൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ വലിയ കെട്ടിടം കൈവശമുള്ള ആൾ, ഒരുപാട് ഭൂമി സ്വന്തമായിട്ടുള്ള ആൾക്ക് വളരെ പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല. അതിനെ പണമാക്കി മാറ്റിയതിന് ശേഷമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ലിക്വിഡിറ്റിയുള്ള പണം ഹോൾഡ് ചെയ്യാൻ, പണത്തിന് ഡിമാൻഡ് ചെയ്യപ്പെടാൻ പ്രത്യേകിച്ച് ചില കാര്യങ്ങളുണ്ട്. അതാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടത്. അതായത് പണം കൈവശം വെക്കാനുള്ള ഒരാളുടെ ആഗ്രഹത്തെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുക.
പണം കൈവശം വെക്കാൻ ഒരാൾക്കുണ്ടാകുന്ന ആഗ്രഹം എന്ന് പറയുന്നത് പണത്തിന് ലിക്വിഡിറ്റി കൂടുതലാണെന്നുള്ളതാണ്. എന്തൊരു സാധനമാണെങ്കിലും സേവനമാണെങ്കിലും പണം കൈവശം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സ്വന്തമാക്കാൻ സാധിക്കും. അതാണ് പണത്തിന് ലിക്വിഡിറ്റി ഉണ്ട്. ആ ലിക്വിഡിറ്റി പ്രിഫറൻസസ് വെച്ചുകൊണ്ടാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നിടത്ത് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ കൈവശം പണം വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, മറ്റൊന്ന് സ്പെക്കുലേറ്റീവ് മോട്ടീവ്, വേറൊരെണ്ണം പ്രിക്കോഷണറി മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവ് വിനിമയ പ്രേരകമെന്നാണ് പറയുക. സാധനങ്ങൾ വാങ്ങാനും കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കൈവശം പണം ഉണ്ടാവണം, ലിക്വിഡായിട്ട് ക്യാഷ് വേണം. അങ്ങനെ ഒരാഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ കുറച്ച് പണമായിട്ട് തന്നെ കൈവശം വെക്കാൻ വേണ്ടി അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവും. അതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. അവർക്ക് എന്തെങ്കിലും സാധന സേവനങ്ങൾ വളരെ പെട്ടെന്ന് വാങ്ങാനും അങ്ങനെ പറയുന്ന ട്രാൻസാക്ഷൻ നടത്തുന്നതിന് പണം വേണം. അതുകൊണ്ട് അത് പണമായിട്ട് വെക്കും. ബാക്കിയുള്ളത് കെട്ടിടങ്ങളോ ഭൂമിയോ അല്ലെങ്കിൽ അതുപോലെ പറയുന്ന വാഹനങ്ങളോ അങ്ങനെ പറയുന്ന മറ്റു പല ആസ്തികളോ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ട്രാൻസാക്ഷൻ ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പണം കൈവശം വെക്കേണ്ടി വരും. അതാണ് പണം കയ്യിൽ വെക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ഒരു കാരണം. മറ്റൊന്ന് സ്പെക്കുലേറ്റീവ് മോട്ടീവ്, ഊഹക്കച്ചവട പ്രേരകം. നാളേക്ക് ഭാവിയിൽ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടം, അവിടെ ബിസിനസ്സിലേക്കൊക്കെ ആവശ്യാർത്ഥം പണം കൈവശം വെക്കും. കൂടുതൽ ലാഭം കിട്ടുമ്പോൾ ആ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ലാഭം എടുക്കുന്നു. അങ്ങനെയുള്ള സ്പെക്കുലേഷന് വേണ്ടിയിട്ടും ഏതൊരാളും പണം കൈവശം വെക്കാൻ, അതാണ് ഊഹക്കച്ചവട പ്രേരകം എന്ന് പറയുന്നത്. മറ്റൊരെണ്ണം പ്രിക്കോഷണറി മോട്ടീവാണ്. അതിനെ പ്രധാനമായിട്ടും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ബേസിൽ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പ്രിക്കോഷണറി, മുൻകരുതൽ പ്രേരകം എന്നാ പറയുക. പെട്ടെന്ന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുമോ എന്ന് കരുതിക്കൊണ്ട് ജനങ്ങൾ കുറച്ച് പണം കൈവശം വെക്കാൻ ആഗ്രഹിക്കും. ബാക്കിയുള്ള പണമാണ് അവർ ഭൂമി വാങ്ങിക്കുന്നതിനും കെട്ടിടങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റുകൾ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ട്രാൻസാക്ഷൻ മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവുമാണ് നമ്മൾക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. അവിടെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവാണ്. എന്താ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്? ജനങ്ങൾ പണം കൈവശം വെക്കുന്നു. കീപ്പിംഗ് മണി വിത്ത് പീപ്പിൾ ടു മീറ്റ് ദെയർ ഡെയിലി എക്സ്പെൻസസ് ഈസ് കോൾഡ് ട്രാൻസാക്ഷൻ മോട്ടീവ് ഓർ ട്രാൻസാക്ഷൻ ഡിമാൻഡ്. ഡേ ടു ഡേ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പണം കൈവശം വെക്കുക. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻ. ഓരോരുത്തരുടെയും ട്രാൻസാക്ഷൻ്റെ വോള്യത്തിനനുസരിച്ച് അത് കൂടുതലാണെങ്കിൽ അത്രയും കൂടുതൽ പണമായിട്ട് കൈവശം വെക്കാൻ ഓരോരുത്തരും ആഗ്രഹിക്കും. ആസ് ദ വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻ ഇൻക്രീസസ്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഓൾസോ ഇൻക്രീസസ്. ഒരാൾക്ക് ഓരോ ദിവസവും 1,00,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തേണ്ടതുണ്ടെങ്കിൽ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹം 1,00,000 രൂപ പണമായിട്ട് കൈവശം വെക്കും. 1000 രൂപയുടേത് ആവശ്യമുള്ളെങ്കിലോ 1000 രൂപ പണമായിട്ട് കൈവശം വെക്കും. ബാക്കിയുള്ളത് മറ്റെവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ വോള്യത്തിനനുസരിച്ച് വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻ കൂടുതലാണെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും പണത്തിനുള്ള. ട്രാൻസാക്ഷൻ മോട്ടീവിനെ ഇങ്ങനെയാണ് ഇക്കണോമിക്കലി അത് നോട്ട് ചെയ്യപ്പെടുന്നത്. ദെർഫോർ ദ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഓഫ് എൻ ഇക്കോണമി ക്യാൻ ബി സിംബോളിക്കലി റിട്ടൺ ആസ്. ഇവിടെ എം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയാണ്. MDT. എം ക്യാപിറ്റൽ ലെറ്റർ എം, ഡിയും ടിയും അത് ഡിനോട്ട് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അത് എന്തിനു തുല്യമായിരിക്കും? KT. നേരത്തെ പറഞ്ഞതുപോലെ K എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫ്രാക്ഷനാണ്. T എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓർ വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻ കൂടുതലാണെങ്കിൽ എന്തും കൂടുതലായിരിക്കും? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതാണ് ഈ സിംബോളിക്കലായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. വേറൊരെണ്ണം പറഞ്ഞത് പ്രിക്കോഷണറി മോട്ടീവാണ്. ഈ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ മുൻകരുതൽ പ്രേരകം. ഒരു മുൻകരുതൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പണമായിട്ട് കൈവശം കരുതുക. അൺസർട്ടനിറ്റിയാണ് ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ പെട്ടെന്ന് ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റൽ അതുപോലെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പണം കൈവശം കരുതുക.
ഇതൊരു ഇക്കണോമിക് ആസ്പെക്ട്സിൽ ചർച്ച ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത് കാര്യമായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നിടത്ത് മറ്റൊരെണ്ണം സ്പെക്കുലേറ്റീവ് മോട്ടീവാണ്, ഊഹക്കച്ചവട പ്രേരകം. ജനങ്ങൾ കൈവശം പണമായിട്ട് കരുതുന്നതിൻ്റെ ഒരു ലക്ഷ്യം സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ പണമിറക്കി അതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കുക. അത് കെട്ടിടങ്ങളോ ഭൂമിയോ ഒക്കെ ആയിട്ട് സ്വത്തായിട്ട് കൈവശം ഉണ്ടാകുന്നതിനേക്കാൾ ലിക്വിഡ് ക്യാഷ് ആകുമ്പോൾ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളിൽ ബോണ്ടുകളിലോ ഷെയറുകളിലോ ഒക്കെ നിക്ഷേപിച്ച് അത് ലാഭകരമാവുന്ന സമയങ്ങളിൽ അത് വിൽപ്പന നടത്തി കൂടുതൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ പണം കൈവശം വെക്കുന്നതിന് ഡിമാൻഡ് ചെയ്യപ്പെടുന്നു. അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ്, അത് at a higher rate of interest speculative demand for money is low and at a lower rate of interest speculative demand for money is high എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാകുമ്പോൾ ജനങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാകുമ്പോൾ അവിടെ നിക്ഷേപങ്ങൾ നടത്തി അവിടെ നിന്നുള്ള വിഹിതം സ്വീകരിക്കാനാണ് ആളുകൾ തയ്യാറാവുക. എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുമ്പോൾ അത് സ്പെക്കുലേഷന് വേണ്ടി പണം കൂടുതൽ അവിടെ നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഈ സ്പെക്കുലേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. ഇക്വേഷൻ സിംബോളിക്കലി ഇങ്ങനെയാണ് അത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് MDS ഈസ് ഈക്വൽ ടു R മാക്സിമം മൈനസ് R ഡിവൈഡഡ് ബൈ R മൈനസ് R മിനിമം എന്ന് പറയുമ്പോൾ R മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, R മിൻ എന്ന് പറയുന്നത് മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഈ സിംബോളിക്കലി ഇങ്ങനെയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷനിലേക്കൊന്നും പോകേണ്ടതില്ല, ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. R മാക്സ് മൈനസ് R ഡിവൈഡഡ് ബൈ R മൈനസ് R മിൻ. If the rate of interest is very high, speculative demand for money is low. If the rate of interest is low, speculative demand for money is high. Speculative demand for മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ച് കാണാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ആളുകൾ കൂടുതൽ പണം കൈവശം വെക്കാൻ തയ്യാറാകും. സ്പെക്കുലേഷൻ അങ്ങനെ ഊഹക്കച്ചവടത്തിൽ ഇറക്കിക്കൊണ്ട് പണം ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടുതൽ പണം കൈവശം വെക്കാൻ ആളുകൾ തയ്യാറാകും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിലോ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. എന്നാൽ അങ്ങനെ പെരുമാറുന്ന, അങ്ങനെ ബിഹേവ് ചെയ്യുന്നിടത്ത് സംഭവിക്കുന്ന ഒരു ട്രാപ്പുണ്ട്, ഒരു കെണിയുണ്ട്. അതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്, ദ്രവത്വ കെണി. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ബിക്കംസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റീച്ച് ദ ലോവസ്റ്റ് ലെവൽ. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ സ്പെക്കുലേഷൻ അതിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് കൂടുമെന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറയുമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന ഒരു ട്രാപ്പാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെയാണ് ഡയഗ്രമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡയഗ്രാം എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ R മാക്സ് Y ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമം. ആ Y ആക്സിസിൽ ടാൻജൻ്റായി നിൽക്കുന്നത് മാക്സിമം. അങ്ങനെയാകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി X ആക്സിസിലാണ്, 0 ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ മിനിമം R മിൻ എന്ന് പറയുന്ന Y ആക്സിസിൽ R മിൻ എന്ന് പറയുന്ന പോയിൻ്റ് കണ്ടില്ലേ, R മിനിമം, ഇൻട്രസ്റ്റ് റേറ്റ് മിനിമം. അവിടെ എത്തുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് അതതിൻ്റെ മാക്സിമമായി. ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്ന് കരുതി കൂടുതൽ പണം എന്ന് പറയുന്നത് ലിക്വിഡായിട്ട് കൈവശം വെക്കും ആളുകൾ. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പിന്നീട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയില്ല. അത് X ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ പോകുന്നു, ഇൻഫിനിറ്റി ആയിട്ട്. ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ്, ദ്രവത്വ കെണി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും.
എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിനനുസരിച്ച് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് മിനിമത്തിലെത്തുമ്പോൾ ഇനിയും അത് കുറയുമെന്ന് കരുതി കൂടുതൽ പണം ഹോൾഡ് ചെയ്യുന്നു സ്പെക്കുലേറ്റീവ് പർപ്പസ് വെച്ചുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പിന്നീട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയില്ല. അതങ്ങനെ പാരലലായിട്ട് അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ട് അങ്ങനെ പോവുകയാണ്. അവിടെ അങ്ങനെ കുറയുമെന്ന് കരുതി കൂടുതൽ പണം കൈവശം വെക്കുന്ന ആ ഒരു ട്രാപ്പാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും ഡയഗ്രമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. ഫൈനലി, ഇൻ ആൻ ഇക്കോണമി ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി, MD, ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. സോ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ മണി ഇൻ ആൻ ഇക്കോണമി ക്യാൻ ബി സമ്മറൈസ്ഡ് ബൈ ദ ഇക്വേഷൻ. ഇവിടെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് MD ഈസ് ഈക്വൽ ടു MDT ട്രാൻസാക്ഷൻ മോട്ടീവ് പ്ലസ് MDS സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അതിന് മറ്റൊരു രീതിയിൽ KPY എന്ന് പറയുമ്പോൾ അവിടെ അത് ട്രാൻസാക്ഷൻ മോട്ടീവാണ്, പ്ലസ് R max മൈനസ് R ഡിവൈഡഡ് ബൈ R മൈനസ് R min എന്ന് പറയുമ്പോഴും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ്. ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കുന്നതിനപ്പുറം ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മോട്ടീവ് പ്ലസ് ഡിമാൻഡ് ഫോർ ട്രാൻസാക്ഷൻ പ്ലസ് ഡിമാൻഡ് ഫോർ സ്പെക്കുലേറ്റീവ്, ഇത് രണ്ടും ചേരുന്ന ആ ടോട്ടൽ തുക എത്രയാണോ അതാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇനി സപ്ലൈ ഓഫ് മണി. സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് ദ ടോട്ടൽ വോള്യൂം ഓഫ് മണി ഇൻ സർക്കുലേഷൻ which can be spent by the people at a specific point of time in an economy is called money supply. It indicates the total purchasing power in the economy. ഒരു ഇക്കോണമിയിലെ മൊത്തം ക്രയശേഷിയെയാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. നല്ല മനസ്സിലാക്കേണ്ടതുണ്ട്. സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് ടോട്ടൽ വോള്യൂം ഓഫ് മണി ഇൻ സർക്കുലേഷൻ which can be spent by the people at a specific point of time in an economy. ഒരു ഇക്കോണമിയിൽ ഒരു പ്രത്യേക കാലയളവിൽ ജനങ്ങൾക്ക് ചിലവ് ചെയ്യാൻ പറ്റുന്ന സർക്കുലേഷനിലുള്ള ആ പണത്തിൻ്റെ വോള്യത്തിനെയാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജനങ്ങളുടെ ക്രയശേഷിയെയാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. ഇനി നമുക്കതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുമ്പോൾ മെഷർമെൻറ്റ് ഓഫ് മണി സപ്ലൈ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ പബ്ലിഷ്ഡ് 4 different measures of money supply. ദിസ് സിസ്റ്റം സ്റ്റാർട്ടഡ് ഓൺ 1st April 1977. ഇപ്പോൾ മെഷർമെൻറ്റ് ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത് M1, M2, M3, M4. M1 എന്ന് പറയുന്നത് എന്താണ്, M2, M3, M4 ഈ കാറ്റഗറിയിൽ എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. M1 എന്ന് പറയുന്നത് കറൻസി നോട്ട്സ് ആൻഡ് കോയിൻസ് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. CU പ്ലസ് DD ആണ് M1 ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് സർക്കുലേഷനിലുള്ള കറൻസി നോട്ട്സും കോയിനും പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും DD ആയിട്ടുള്ള അത് മൊത്തം എടുക്കുമ്പോൾ അതിനെ M1 എന്ന് കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ മെഷർ ചെയ്തെടുത്താൽ അതാണ് M1. M2 എന്ന് പറയുന്നത് M1 പ്ലസ് സേവിങ് ഡെപ്പോസിറ്റ്സ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക്. പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കിലുള്ള സേവിങ് ഡെപ്പോസിറ്റ്സ് ആ തുകകളെല്ലാം ചേർക്കുന്നതോടൊപ്പം M1 കൂടി, M1 എന്ന് പറയുന്നത് CU പ്ലസ് DD ആണ്, അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ മെഷർമെൻ്റ് ആണ് M2. ആ മണി സപ്ലൈ ആണ് M2 എന്ന് പറയാം. M3 എന്ന് പറയുന്നത് M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്കിലുള്ള നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് അതും M1 കൂടി ചേരുമ്പോഴാണ് M3 എന്ന് പറയുന്ന അളവ്. M4 എന്ന് പറയുന്നത് M3 പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ഓർഗനൈസേഷൻ എക്സെപ്റ്റ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ സേവിങ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉൾപ്പെടും, എന്നാൽ അതിൽ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്സിലുള്ള നിക്ഷേപങ്ങൾ ഉൾപ്പെടാത്ത മറ്റെല്ലാ നിക്ഷേപങ്ങളും പ്ലസ് M3യും ചേരുന്നതാണ് M4. അവിടെ നാരോ മണി എന്ന് പറയുന്നത് M1ഉം M2ഉം, അതിനാണ് നാരോ മണി എന്ന് പറയുക. ബ്രോഡ് മണി എന്ന് പറയുന്നത് M3യും M4ഉം. വിശാലാർത്ഥത്തിൽ അവിടെ പണമായിട്ട് പറയുന്നത് M3യും M4ഉം. നാരോ മണി എന്ന് പറയുന്നത് M1ഉം M2 ആണ്. എന്നാൽ ഇതിലേറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത് എന്താ, പെട്ടെന്ന് ആവശ്യങ്ങൾ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നത് മോസ്റ്റ് ലിക്വിഡ്, അത് നമുക്കറിയാം M1 ആണ്. ലീസ്റ്റ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ
M4 എന്ന് പറയുന്ന മണി സപ്ലൈ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ലിക്വിഡിറ്റി വളരെ കുറവാണ്. നിക്ഷേപങ്ങളായിട്ടും മറ്റൊക്കെ ആയിട്ട് കിടക്കുന്നതാണല്ലോ M4 എന്ന് പറയുന്നത്. ഒരാവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ലീസ്റ്റ് ലിക്വിഡ് M4. അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സസ് എന്ന് പറയുന്നത് M3 ആണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മണി എന്ന് പറയുന്നത് M3 ആണ്. അപ്പോൾ M3 എന്ന് പറയുന്നത് M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് ആണ് M3 എന്ന് പറയുന്നത്. ആ M3യാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറ്റഗറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നിടത്ത് M1, M2, M3, M4 എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നോക്കി വെക്കണം. അത് റിസർവ് ബാങ്ക് കാറ്റഗറൈസ് ചെയ്തതാണ്. നാരോ മണി, ബ്രോഡ് മണി, അങ്ങനെയുള്ള കാറ്റഗറൈസേഷനൊക്കെ. ഇനി അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് കറൻസി ഡെപ്പോസിറ്റ്സ് റേഷ്യോ, CDR. ഇത് ഈ പേര് പറയുന്നത് പോലെ തന്നെ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് ഇൻ കറൻസി ടു ദ ഡെപ്പോസിറ്റ്സ് ഹെൽഡ് ബൈ ദം ഇൻ ബാങ്ക്. ജനങ്ങൾ കൈവശം വെക്കുന്ന കറൻസി, അതേസമയം ബാങ്കുകളിൽ ഡെപ്പോസിറ്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന കറൻസി, ഇവ തമ്മിലുള്ള റേഷ്യോയാണ് CDR, കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. അതുപോലെ മറ്റൊരെണ്ണമാണ് റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ, RDR. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ക്യാഷ് റിസർവ്സ് കെപ്റ്റ് ബൈ ദ കമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ദ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഇൻ ദ ബാങ്ക്. ഒരു ബാങ്കിൽ റിസർവായി സൂക്ഷിച്ചിരിക്കുന്ന കറൻസിയും ആ ബാങ്കിലെ മൊത്തം നിക്ഷേപവും തമ്മിലുള്ള റേഷ്യോയാണ് റിസർവ് ഡെപ്പോസിറ്റ്സ് റേഷ്യോ. റിസർവ്, ബാങ്കുകൾ അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റ്സിൽ നിന്ന് 1% റിസർവായിട്ട് സൂക്ഷിക്കണം. അതൊരിക്കലും ലോണായി കൊടുക്കാൻ പാടില്ല, മറ്റു ട്രാൻസാക്ഷനിലേക്ക് എടുക്കരുത്. 100 കോടി രൂപ നിക്ഷേപമായി വന്നു കഴിഞ്ഞാൽ അതിൽ 20 കോടി രൂപ റിസർവായി വെക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചാൽ ബാക്കി 80 കോടി രൂപയെ ട്രാൻസാക്ഷനിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ 100 കോടി ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അതിൽ 20 കോടിയാണ് റിസർവ്. ഈ ഒരു റേഷ്യോയെ പറയുന്നതാണ് RDR, റിസർവ് ഡെപ്പോസിറ്റ്സ് റേഷ്യോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, RDR എന്ന് പറയുന്നത് റിസർവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിപ്പോസിറ്റ്സ്. ഒരു ബാങ്കിലെ റിസർവായിട്ട് വെച്ചിരിക്കുന്ന തുക എത്രയാണ്, അത് ആ ബാങ്കിലെ മൊത്തം ഡെപ്പോസിറ്റ്സ്, അത് തമ്മിലുള്ള റേഷ്യോ ആണ് RDR എന്ന് പറയുന്നത്. അതിവിടെ വ്യക്തമാണ്. വെൻ പീപ്പിൾ ഡെപ്പോസിറ്റ്സ് മണി ഇൻ ബാങ്ക്, ദ ബാങ്ക് കീപ് എ പാർട്ട് ഓഫ് ഇറ്റ് ആസ് ക്യാഷ് റിസർവ് ആൻഡ് ദ ബാലൻസ് ഈസ് യൂസ്ഡ് ടു ഗിവ് ലോൺ ആൻഡ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ദ ക്യാഷ് റിസർവ് ഓഫ് ദ ബാങ്ക് ഹാസ് 2 പാർട്സ്. ഇവിടെ ജനങ്ങൾ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അതിൻ്റെ ഒരു പാർട്ട് ക്യാഷ് റിസർവായിട്ട് സൂക്ഷിക്കും. ബാക്കി വരുന്നതാണ് ലോണും നിക്ഷേപങ്ങളുമായിട്ട് ബാങ്ക് ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ഇതിൽ വോൾട്ട് ക്യാഷ് എന്ന് പറയുന്നതുണ്ട്. വോൾട്ട് ക്യാഷ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ മണി കെപ്റ്റ് ഇൻ ദെയർ സേഫ് ഫോർ ഡെയിലി ട്രാൻസാക്ഷൻ. ബാങ്കുകൾ ഡെയിലി ട്രാൻസാക്ഷന് വേണ്ടി, അന്ന് പണം ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഡെയിലി ട്രാൻസാക്ഷന് വേണ്ടി ബാങ്ക് സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മാറ്റി വെക്കുന്ന പണമാണ് വോൾട്ട് ക്യാഷ് എന്ന് പറയുന്നത്. എന്നാൽ റിസർവ്സ് വിത്ത് RBI എന്ന് പറയുന്ന മറ്റൊരെണ്ണമുണ്ട്. ദിസ് ഈസ് ദ റിസർവ് കെപ്റ്റ് ആൻഡ് പെർ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ RBI. ദിസ് ഈസ് ഓഫ് 2 kinds. 2 രീതിയിൽ റിസർവ് ചെയ്യണം. റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരം പണം റിസർവ് ചെയ്യുക എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന്, ക്യാഷ് റിസർവ് റേഷ്യോ. ഇറ്റ് ഈസ് എ fraction of the reserve money kept in RBI by commercial bank as a ratio of the demand deposits. ഇവിടെ ക്യാഷായിട്ട് തന്നെ റിസർവായിട്ട് സൂക്ഷിക്കുന്നതാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR എന്ന് പറയുന്നത് റിസർവ് റിക്വയർമെൻറ്റ് ദാറ്റ് ദ കമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ റിക്വയർ ടു മെയിൻറ്റെയിൻ ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ബിഫോർ പ്രൊവൈഡിങ് ക്രെഡിറ്റ്സ് ടു ദ കസ്റ്റമേഴ്സ്. ഗോൾഡുകളിന്മേലോ അല്ലെങ്കിൽ അതുപോലെ പറയുന്ന ഗവൺമെൻറ് ബോണ്ടുകളിന്മേലോ ഒക്കെ നിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ റിസർവ്, അങ്ങനെ കരുതലായിട്ട് സൂക്ഷിക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR എന്ന് പറയുന്നത്. ഇനി അവിടെ നമ്മൾ കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ ബോറോയിങ് റേറ്റ്, ലെൻഡിങ് റേറ്റ്, സ്പ്രെഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പോൾ ബോറോയിങ് റേറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദ ഡെപ്പോസിറ്റർ ബൈ കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്ക് ആ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് നിക്ഷേപത്തിന്മേൽ കൊടുക്കുന്ന എന്താണ്, പലിശയാണ് ബോറോയിങ് റേറ്റ് എന്ന് പറയുന്നത്. ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത് ദ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക് ഓൺ ലോൺ.
ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എടുത്ത വ്യക്തി അങ്ങോട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനാണ് ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത്. സ്പ്രെഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബോറോയിങ് റേറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ്. ഒരു ബാങ്കിൽ വരുന്ന നിക്ഷേപം, ആ നിക്ഷേപത്തിന് പലിശ കൊടുക്കുന്നു, അത് ബോറോയിങ് റേറ്റ്. ഒരു ബാങ്കിൽ നിന്ന് ആളുകൾ ലോൺ എടുക്കുന്നു, ആ ലോണിന്മേൽ ആളുകൾ പലിശ കൊടുക്കുന്നു, അത് ലെൻഡിങ് റേറ്റ്. ഇവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി അവസാന ഭാഗത്ത് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഹൈ പവേർഡ് മണി, അതുപോലെ മണി മൾട്ടിപ്ലയർ. ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് ദ മോണിറ്ററി അതോറിറ്റി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മോണിറ്ററി ബേസ് ഓർ മണി ബേസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് വിത്ത് എച്ച് എന്നാണ് ഹൈ പവേർഡ് മണി അറിയപ്പെടുക. മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റിയെയാണ് ഹൈ പവേർഡ് മണി എന്ന് പറയുക. ഈ ഹൈ പവേർഡ് മണിയിൽ ഉൾപ്പെടുന്നത് കറൻസി നോട്ട്സ് ആൻഡ് കോയിൻസ് ഇൻ ദ സർക്കുലേഷൻ വിത്ത് ദ പബ്ലിക്. പൊതുജനങ്ങളുടെ കൈവശമുള്ള കറൻസി നോട്ടും കോയിനുകളുടെ ആ വോള്യൂം, പ്ലസ് കമേഴ്ഷ്യൽ ബാങ്കിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വോൾട്ട് ക്യാഷ്, അത് ചേരുന്നത്, അതാണ് CU ആയിട്ട്. അതോടൊപ്പം ഡെപ്പോസിറ്റ്സ് ഹെൽഡ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ദ ഗവൺമെൻറ് വിത്ത് ദ RBI. കമേഴ്ഷ്യൽ ബാങ്കും അതുപോലെ ഗവൺമെൻറ്റൊക്കെ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഡെപ്പോസിറ്റ്സ് R എന്ന് പറയുന്നത്, ഇത് രണ്ടും ചേരുന്നതാണ് ഹൈ പവേർഡ് മണി. H is equal to CU plus R എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് ടോട്ടൽ ലയബിലിറ്റി ഓഫ് മോണിറ്ററി അതോറിറ്റിയാണ്. അതിൽ ഉൾപ്പെടുന്നത് CU plus R എന്ന് പറയുന്നതാണ്. മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സ്റ്റോക്ക് ഓഫ് മണി ടു ദ സ്റ്റോക്ക് ഓഫ് ഹൈ പവേർഡ് മണി. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? വി ക്യാൻ കാൽക്കുലേറ്റ് മണി മൾട്ടിപ്ലയർ ബൈ ഡിവൈഡിങ് ടോട്ടൽ മണി സപ്ലൈ ബൈ ഹൈ പവേർഡ് മണി. അപ്പോൾ മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് M/H എന്നാണ്. ഇവിടെ മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ടോട്ടൽ മണി സപ്ലൈ ഡിവൈഡഡ് ബൈ ഹൈ പവേർഡ് മണി. ഒരു ഇക്കോണമിയിലെ ടോട്ടൽ മണി സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അവിടെ കണ്ടു തന്നു. M1, M2, M3, M4 എന്ന് പറയുന്നിടത്ത് പറഞ്ഞു കഴിഞ്ഞു. ടോട്ടൽ മണി സപ്ലൈ ഡിവൈഡഡ് ബൈ ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞാൽ CU plus R എന്ന് പറയുന്നതാണ് അല്ലേ. ഇവ തമ്മിലുള്ള ഈ റേഷ്യോയാണ് മണി മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ ഡിപ്പെൻഡ്സ് ഓൺ CDR ആൻഡ് RDR. സോ വി ക്യാൻ കാൽക്കുലേറ്റ് മണി മൾട്ടിപ്ലയർ. മണി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ, അതുപോലെ റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ, അതിൻ്റെയൊക്കെ മാറ്റങ്ങൾക്കനുസരിച്ച് മണി മൾട്ടിപ്ലയറിലും മാറ്റം ഉണ്ടാവും. കൂടുതൽ പണം റിസർവായിട്ട് വെക്കാൻ, കൂടുതൽ പണം ഡെപ്പോസിറ്റ്സ് ആയിട്ട് വെക്കുക, അങ്ങനെ പറയുന്ന അതിൽ വിട്ടുകൊടുക്കുക, അങ്ങനെ ബാങ്ക് നയങ്ങൾക്കനുസരിച്ച് മണി മൾട്ടിപ്ലയർ പണ ഗുണകത്തിൽ മാറ്റങ്ങളുണ്ടാകും. M/H 1 plus CDR ഡിവൈഡഡ് ബൈ CDR plus RDR ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അവസാന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞതാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് എന്താണ്. കാര്യമായിട്ട് നമുക്ക് ഫോക്കസ് പോയിന്റിൽ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മണി, അതുപോലെ ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി. അതിലെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയതാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞു ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിൻ്റെ ധർമ്മങ്ങൾ, വിവിധ ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. ഇനി ടെക്സ്റ്റിൽ നിങ്ങളെടുത്ത് ആ ഭാഗങ്ങളെടുത്ത് പരിശോധിക്കുക, അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. അതോടൊപ്പം ഡിമാൻഡ് ഫോർ മണി, ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ്, അങ്ങനെ പറയുന്ന ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നിടത്ത് പണം ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ട്രാൻസാക്ഷൻ മോട്ടീവ് പറഞ്ഞു, അതുപോലെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് പറഞ്ഞു, പ്രിക്കോഷണറി മോട്ടീവ്സ് എന്ന് പറയുന്ന ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് M1, M2, M3, M4, അതുപോലെ ബ്രോഡ് മണി, നാരോ മണി, അങ്ങനെ പറയുന്ന കാറ്റഗറൈസേഷനൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. അതാണ് ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠനം നടത്തുക. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയ സ്ലൈഡുകളിലൂടെ തന്നെയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തത്. ആ കാര്യം ഇനി ടെക്സ്റ്റ് വെച്ചുകൊണ്ട് നോട്ടിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഏതായിരുന്നാലും മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നതിൽ മറ്റു ഭാഗങ്ങൾ, ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്താത്ത മറ്റു ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. എന്നാൽ വലിയ മാർക്കിനുള്ള അല്ലെങ്കിൽ കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് പോയിന്റിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഫോക്കസ് പോയിന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 100% സ്കോറും നേടാൻ സാധിക്കും. അതിനപ്പുറം ഈ ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കുറച്ചുകൂടി ക്ലിയർ ചെയ്യണമെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂടി, ആ ചാപ്റ്ററിലെ മറ്റു ഭാഗങ്ങൾ കൂടി നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ മറ്റു ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.